ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത് നല്ല ഫുൾ കണ്ടീഷൻ ആയിട്ടുള്ള വളരെ ലോ കിലോമീറ്റർ ആയിട്ട് ഓടിയേക്കണ ഒരു ഇന്നോവയാണ്. ഇന്നോവയുടെ ഇത് ജി ആണ്. ഇന്നോവ ജി 2015 ഇതിന്റെ മോഡല്. പിന്നെ കിലോമീറ്റേഴ്സ് പറഞ്ഞാൽ വെറും 54,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കിലോമീറ്റേഴ്സ് ആണ്. ഞങ്ങൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന വാഹനമാണ്. കാരണം ഇന്നോവ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടാകും, ഇത്ര കുറവ് കിലോമീറ്റർ ആണ് ഓടിക്കണമെന്ന്. ശരിക്കും 54,000 ഓടിയിട്ടുള്ളൂ. ഈ വാഹനത്തിന്റെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ ഇരിക്കുന്ന വാഹനമാണ്. അടിപൊളി വാഹനമാണ്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ തന്നെ പറഞ്ഞേക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വളരെ കുറച്ച് ആൾക്കാർ വീഡിയോസിന്റെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും കറക്റ്റ് താഴെ വന്നിട്ട് നെഗറ്റീവായിട്ടൊക്കെ കമന്റ് ഇടാറുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഇപ്പോൾ അവർ പറയുന്ന കമന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫ്രോഡായി മാറിക്കഴിഞ്ഞു, നിങ്ങൾ ഇടുന്ന വണ്ടികളൊന്നും കറക്റ്റ് അല്ല, വ്യാജനാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അതെന്താണ് അങ്ങനെ ഇടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ കറക്റ്റായിട്ട് നല്ല വാഹനങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവര് കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടാണ് ഇവർ ഈ കമന്റ് അടിക്കുന്നത്. അപ്പോൾ ഷോറൂമിലേക്ക് വന്ന് വണ്ടി കണ്ടതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മതിച്ചു തരാം. പക്ഷേ അല്ലാതെ ദൂരെ നിന്നിട്ട് വണ്ടി കൊള്ളില്ല, വണ്ടി നിങ്ങളിടുന്ന വണ്ടി ശരിക്കും അവിടെ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. നിങ്ങൾ നേരെ ഷോറൂമിലേക്ക് വന്നിട്ട് വില എഴുതിയിട്ട് വേണം കമന്റ് ഇടാനായിട്ട്. പിന്നെ അങ്ങനത്തെ ഉള്ള ചേട്ടന്മാരോട് ഞാൻ നല്ല സ്നേഹത്തിൽ തന്നെ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ആ റിപ്ലൈ പല ആൾക്കാരും കാണാറില്ല, കാരണം അത് ഞാൻ ഹൈഡ് കളയാറുണ്ട്. കാരണം അവരുടെ ലാംഗ്വേജിന്റെ ഒരു പടി മുമ്പിലായിരിക്കും നമ്മുടെ ലാംഗ്വേജ്. അപ്പോൾ വെറുതെ എല്ലാവരിലേക്കും ആ ഒരു മെസ്സേജ് എത്തിക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഹൈഡ് കളനാണ്. അപ്പോൾ നെഗറ്റീവ് അടിക്കുന്ന ചേട്ടന്മാരും തെറി പിടിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ നമ്മൾ വെറുതെ ഇരിക്കില്ല, റിപ്ലൈ തരുന്നതാണ്. ഇനി ആർക്കും റിപ്ലൈ കിട്ടില്ലെങ്കിൽ അത് വിഷമിക്കണ്ട, ഞാൻ കാണാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്നോവ കണ്ട് തിരിച്ചു വരാം, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2015 മോഡൽ ഇന്നോവ ജി. ഇത് വെറും 54,000 കിലോമീറ്ററാണ് ഈ വാഹനം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 101 BHP 3600 RPM ജനറേറ്റ് ചെയ്യും. അതേപോലെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 2494 ഇതിൻ്റെ CC വരുന്നത്. ടോർക്ക് മാക്സിമം ടോർക്ക് നോക്കുകയാണെങ്കിൽ 200 Nm at 1200 to 3600 RPM ജനറേറ്റ് ചെയ്യും. $176 ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ബോഡി കേർബ് വെയിറ്റ് മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1675 കിലോഗ്രാമാണ്. ടയർ ഒന്ന് പരിശോധിച്ചേക്കാം. ടയർ ഇവിടെ നോക്കുമ്പോൾ ഒരു 90% ടയേഴ്സ് ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. കൂടാതെ ഫ്രണ്ട് ഭാഗം ഞാൻ ക്ലോസ് ലുക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ഒരു ക്രോമിൻ്റെ ഫോഗ് ലാംപ്സ് അതിൻ്റെ ബീഡിങ്ങും അതുകൂടാതെ തന്നെ ഗ്രിൽസും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാം. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സും നല്ല രീതിയിൽ തന്നെ ഗ്രിപ്പ് ബാക്കി ഇവിടെ നിൽക്കുന്നുണ്ട്. കൂടാതെ നമ്മളിതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ട്രാവൽ ചെയ്ത് ഇതിൻ്റെ റിയർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ക്രോം ഫിനിഷിലുള്ളൊരു മിറേഴ്സ്, അതേപോലെ ഡോർ ഹാൻഡിൽസ്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ താഴത്ത് നമുക്ക് സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ടയേഴ്സും റിയർ ഭാഗത്തും വളരെ ക്വാളിറ്റിയുള്ള ടയേഴ്സ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വൈപ്പേഴ്സ് ഉണ്ട്, സ്പോയിലറുണ്ട്, കൂടാതെ തന്നെ നമുക്ക് ഡീഫോഗർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ താഴത്തേക്ക് ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ സ്പോയിലർ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നേക്കാം. താഴെ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ 2.5 ആ ഒരു ലോഗോ കാണാം, ജി വേരിയൻറ്റിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ഡോറ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. കൂടാതെ നമുക്ക് ഇവിടെ എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പവർ ഓൺ ചെയ്തിട്ട് കിലോമീറ്റേഴ്സ് ഞാൻ നിൽക്കുന്ന കാണിച്ചു തന്നേക്കാം. ഇവിടെ നേരിട്ട് കാണാം. ജസ്റ്റ് 54,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം കവർ ചെയ്തിട്ടുള്ളൂ. മിഡിൽ കൺസോൾ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആണ്, അത് നിങ്ങൾക്കിവിടെ കാണാം. സീറ്റ്സൊക്കെ ഒരു കമ്പനി ഗിവൺ സീറ്റ് കവേഴ്സ് നമ്മൾ യൂസ് ചെയ്തതാണ്. അതുപോലെ ഹെഡ് റെസ്റ്റ് നമുക്ക് മിഡിൽ സീറ്റിൽ വരുന്നുണ്ട്. കൂടാതെ സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. റിയർ ഭാഗം തേർഡ് റോ സീറ്റും കൂടി ഞാൻ വിശദമായിട്ട് കാണിക്കാം. റൂഫ് നിങ്ങൾക്ക് കൂടെ കാണാം. റൂഫും വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു.
ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ റോ സീറ്റും അതേപോലെ തേർഡ് റോ ഒക്കെ സ്പേസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കിയേക്കാം. ഞാൻ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു എന്താ പറയുക വളരെ വിശാലമായിട്ടുള്ള ലെഗ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ലാവിഷായിട്ടുള്ള ലെഗ് സ്പേസ് ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് തേർഡ് റോ സീറ്റിൻ്റെയും ലെഗ് സ്പേസ് ഒക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഈ ഒരു മിഡിൽ സീറ്റ് നോക്കുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തേർഡ് റോ സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിഡ്സിനൊക്കെ അത്യാവശ്യം ലാവിഷായിട്ട് തന്നെ ഇരിക്കാം. ഒരു നല്ല ഹൈറ്റുള്ള ആൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഈ ഭാഗവും നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2015 മോഡൽ ഇന്നോവ ജി 54,000 കിലോമീറ്റർ ഓടിയ ആ വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗമാണ് ഈ കാണുന്നത്. ഫുള്ള് വ്യൂ ഞാൻ തരുന്നുണ്ട്. എല്ലാ ഭാഗവും സ്ലോയിൽ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് വിശദമായിട്ട് തന്നെ നോക്കാവുന്നതാണ്. എഡ്ജ് ടു എഡ്ജ് വ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം. അങ്ങനെ എഞ്ചിൻ ഹുഡും ക്യാബിനറ്റും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ബൂട്ട് സ്പേസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിനോട് നമുക്ക് നോക്കിയേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാണ്. ഇതിൻ്റെ ബൂട്ട് ഹുഡ് ഞാൻ ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം. ഭയങ്കര സ്പേഷ്യസ് ആണ്. നമുക്ക് ഒരു ഇന്നോവയുടെയും പറയാൻ പറ്റില്ല. കാരണം ഇതൊരു MV ടൈപ്പാണ്. നമുക്കിവിടെ അത്യാവശ്യം രണ്ട് സ്യൂട്ട് കേസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഈ സീറ്റ്സ് രണ്ടും ഡൗൺ ചെയ്തിട്ട് സ്പേസ് കൂട്ടാവുന്നതാണ്. ആ രീതിയിൽ തന്നെ തേർഡ് റോ സീറ്റ്സ് ഒക്കെ ചെയ്തേക്കണം. ഇവിടെ നോക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഡോറിൻ്റെ ആ ഒരു ലിഡായാലും അതിൻ്റെ എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇന്നോവയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വിശേഷങ്ങളൊക്കെ. ഇനി നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വിലഭാഗമാണ്. വിലഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ ഇന്നോവ ജി 2015 മോഡല് വെറും 54,000 കിലോമീറ്റർ ഓടിയേക്കണ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് എനിക്കൊരു ഇൻസ്റ്റാ പേജും അതേപോലെ ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യണമെങ്കിൽ പേഴ്സണൽ അപ്ഡേറ്റ്സും അതുകൂടാതെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റും പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് തരണമെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, ഈ രണ്ട് ലിങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 11,60,000 രൂപയാണ്. 11.60 lakhs ആണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റേറ്റ് പറയാം, ഷോറൂമിൻ്റെ റേറ്റ് പറയും, ഒരു റേറ്റ് ഫിക്സ് ചെയ്യാം. അതിനുശേഷം അഡ്വാൻസ് ചെയ്യാം. ലോൺ വേണമെങ്കിൽ ലോണും ഇവിടെ തന്നെ റെഡിയാക്കി തരുന്നുണ്ട്. ഈ ഷോറൂമിൽ നിന്ന് ലോണും റെഡിയാക്കി തരുന്നു. അതിന് എത്ര ശതമാനം കിട്ടും എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ വീഡിയോന് ഈ നമ്പറിൽ തന്നെ വിളിക്കേണ്ടി വരും. വിളിച്ചു വേണ്ടി എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഇന്നോവ ജി 2015 മോഡലിൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് വേറൊരു വാഹനമായിട്ട് കാണാം. തരാം.